ശരി, എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? എന്നെ വൈകിപ്പിച്ചതിന് ക്രിസ് ജോൺസണിന് അഭിനന്ദനങ്ങൾ. അവനത് അറിയുന്നുപോലുമില്ലായിരുന്നു. ഞാൻ കുറച്ച് മിനിറ്റ് വൈകിയാണ് എത്തിയത്. ഞങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. എനിക്ക് ക്രിസുമായി സംസാരിക്കുന്നത് ഇഷ്ടമാണ്. തുറന്ന മനസ്സുള്ള, സംസാരിക്കാൻ എളുപ്പമുള്ള വ്യക്തിയാണവൻ. ഞങ്ങൾ ക്രിസുമായി നന്നായി സമയം ചെലവഴിക്കാറുണ്ട്. ഞാൻ എപ്പോഴും അവന്റെ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു. പലതരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അത് വളരെ മികച്ചതാണ്. പീറ്റർ റോജേഴ്സുമായും ഞാൻ അതുപോലെ തന്നെയാണ്. ഇന്ന് ഡിസംബർ 12, വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്കൊരു നല്ല ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാരാന്ത്യത്തിനായി കാത്തിരിക്കുന്നു. ഞാൻ ഇന്ന് ജെയിംസിന്റെ ടീ റൂംസിൽ ജോലിയിലായിരുന്നു. നാളെ വീണ്ടും മാർക്കറ്റാണ്. എനിക്ക് ഇത് കടന്നുപോകാൻ ഇനി 2 വാരാന്ത്യങ്ങൾ കൂടി മാത്രം. അതിനായി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി എന്ത് കൊണ്ടുവന്നു? ശ്രദ്ധ പോകുന്നിടത്തേക്ക് ഊർജം ഒഴുകുന്നു എന്ന ജനപ്രിയമായ ചൊല്ലാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ സിസ്റ്റർ ആയ ആഷ മഫാറയുടെ ഇഷ്ടപ്പെട്ട ചൊല്ലുകളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടമാണ്. ടോണി റോബിൻസ് പോലെയുള്ള മറ്റ് സ്വാധീനം ചെലുത്തുന്നവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എറിക് വോറെ എന്നൊരാളും ഇത് ഉപയോഗിക്കുന്നു. ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ചൊല്ലാണിത്. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഈ യാത്രയിൽ ഉപകാരപ്പെടും. മറ്റ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കും ഇത് നല്ലതാണ്. എന്തുകൊണ്ട്? കാരണം ഇത് നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഊർജം ഒരു മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അതിനാൽ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ഊർജം ഒരു ലക്ഷ്യത്തിലോ ഒരു പ്രശ്നത്തിലോ ഒരു വ്യക്തിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് അതിനെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ ഊർജം വർദ്ധിക്കുന്നു. അത് വളരാനും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടം നേടാനും കാരണമാകുന്നു. എത്ര തവണ നമ്മൾ ആളുകളോട് ഭ്രമം പൂണ്ടിട്ടുണ്ട്. അത് നമ്മെ കീഴടക്കിയതുപോലെയായി തോന്നിയിട്ടുണ്ട്. എത്ര തവണ നമ്മൾ രാത്രിയിൽ ഉറക്കമില്ലാതെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കിടന്നിട്ടുണ്ട്. ആവേശം നിറഞ്ഞ ഊർജം അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഉറങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. കാരണം അത് പലതരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ക്രിസിന് സംഭവിച്ചതും ഇതാണെന്ന് അവൻ പറയുകയായിരുന്നു. ഇത് മനഃശാസ്ത്രത്തിന്റെയും ന്യൂറോ സയൻസിന്റെയും ഒരു തത്വമാണ്. നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഫലങ്ങൾക്കും നല്ല രീതിയിലും ചീത്ത രീതിയിലും ഊർജം നൽകുമെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. അതിനാൽ വളരെ ശ്രദ്ധാലുവായിരിക്കുക. ആ ഊർജം പോസിറ്റീവായ ദിശയിലേക്ക് പോസിറ്റീവായ ഊർജമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങളുടെ ഊർജം എവിടേക്ക് ഒഴുകുന്നുവോ അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു. ഇത് ഒരു നെഗറ്റീവായ രീതിയിലും പോകാം. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ ശരിയായ മേഖലയിലാണെന്ന് ഉറപ്പാക്കാൻ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നിടത്തേക്ക് ഊർജം ഒഴുകുന്നു എന്നതിനർത്ഥം അത് ഒരു കേന്ദ്രീകൃതമായ മുന്നേറ്റം സൃഷ്ടിക്കുന്നു എന്നാണ്. നിങ്ങൾ സ്ഥിരമായി ശ്രദ്ധ കൊടുക്കുന്ന എന്തിനും നിങ്ങൾ ശക്തി നൽകുന്നു. ഇത് ആ മേഖലയിൽ കൂടുതൽ പ്രചോദനം, പ്രവർത്തനങ്ങൾ, ഫലങ്ങൾ എന്നിവയിലേക്ക് നയിക്കും. നമുക്ക് ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. ശ്രദ്ധ മുന്നേറ്റം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും ഒരു തിരമാലയിൽ സഞ്ചരിക്കുന്നത് പോലെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒന്നാണ് മുന്നേറ്റം. നിങ്ങൾ ഇത് എപ്പോഴും കാണുന്നതാണ്. ഇതാണ് വൈറൽ പ്രഭാവം എന്ന് പറയുന്നത്. ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ടാകുന്നത് ഇവിടെയാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ക്രിപ്റ്റോകറൻസിയിൽ ആണെങ്കിൽ ഈ മുന്നേറ്റം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു പങ്കു നേടാൻ ആളുകൾ പരസ്പരം മത്സരിക്കുന്നു. ബിസിനസ്സിൽ ഇത് എപ്പോഴും കാണാം. കളിപ്പാട്ടങ്ങൾ, സിനിമകൾ തുടങ്ങി പലതരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ജനപ്രിയമാകുന്നത്. ഇതാണ് എല്ലാ ബിസിനസ്സുകളും തേടുന്ന മുന്നേറ്റം. കാരണം നിങ്ങൾക്ക് ആ തരംഗത്തിൽ മുന്നോട്ടു പോകാൻ കഴിയും. ആ വർദ്ധിച്ച പ്രചോദനം ആ മേഖലയിൽ പ്രവർത്തനങ്ങൾക്കും ഫലങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഒരു വ്യക്തിഗത കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത്. ഇത് നല്ലതിനെയും നിർഭാഗ്യവശാൽ മോശമായതിനെയും വർദ്ധിപ്പിക്കുന്നു. അതിനാൽ നന്ദിയുള്ളതിലും പരിഹാരം കാണുന്നതിലും ഒരു പോസിറ്റീവായ ജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ പ്രശ്നങ്ങളിലും നെഗറ്റിവിറ്റിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് നിങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിക്കും. അത് ആ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വലുതായി തോന്നിപ്പിക്കും. ആ മനോഭാവം മാറ്റുക. അതിനെ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് മാറ്റുക. വെറും ഒരു പ്രശ്ന പരിഹാരമല്ല പരിഹാര നിർമ്മാണം. വെറും ഒരു പ്രശ്നം മാത്രം എന്നത് താഴോട്ടുള്ള ഒരു നെഗറ്റീവായ ചുഴിയാണ്. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുകളിലേക്കുള്ള ഒരു പോസിറ്റീവായ ചുഴിയാണ്. നിങ്ങൾ പ്രശ്നത്തിൽ സജീവമായി പങ്കെടുക്കുന്നു, പിന്നോട്ട് വലിക്കപ്പെടുന്നില്ല. അതിനാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് പോസിറ്റീവായ രീതിയിൽ ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ ഫലം ലഭിക്കാൻ വളരെ ഉയർന്ന സാധ്യതയുണ്ട്.
എന്തുകൊണ്ട്? കാരണം ആ പോസിറ്റീവായ ഊർജം ഒരു നല്ല ഫലത്തിനായി, ഒരു കാര്യം പരിഹരിക്കുന്നതിലേക്ക് നൽകപ്പെടുന്നു. ഇതിന് ഒരു ന്യൂറോളജിക്കൽ അടിത്തറയുമുണ്ട്. ശ്രദ്ധ കൊടുക്കുന്നിടത്തേക്ക് ഊർജം ഒഴുകുന്നു എന്ന ഈ ചൊല്ല് യഥാർത്ഥ മസ്തിഷ്ക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം (RAS) പോലുള്ള യഥാർത്ഥ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ വിവരങ്ങൾ അരിച്ചെടുക്കുകയും ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സജീവമാകുന്ന ശൃംഖലകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് വെറും ഒരു പൊതുസേവന അറിയിപ്പല്ല. ഇതിന് ശാസ്ത്രീയമായ പിന്തുണയുണ്ട്. ഇത് വളരെക്കാലമായി രേഖപ്പെടുത്തപ്പെട്ടതും നന്നായി രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. ഈ ചൊല്ലിന് പിന്നിലെ ശാസ്ത്രം ശരിയാണെങ്കിൽ അത് ശരിയാണ്. നമ്മുടെ ദൈനംദിന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലും ഇത് തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ്. ആ ഊർജം ഒരു പ്രത്യേക ദിശയിലേക്ക് ഒഴുകുന്നത് നമുക്ക് പോസിറ്റീവായ ഫലങ്ങൾ നൽകും. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില നുറുങ്ങുകളുമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം യാദൃശ്ചികമായി സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ ചിന്തകൾ എവിടേക്കാണ് നയിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എനിക്ക് വേണ്ടാത്ത ഒരു ജീവിതത്തിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കും എന്ന് ഇത് ഒരു തമാശയായി തോന്നാം. ചിലപ്പോൾ ആളുകൾ പുറത്തുവരാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട്. ചില കാര്യങ്ങളുടെ വാഗ്ദാനത്തിന്റെ മറവിൽ അവർ ഇത് ചെയ്യുന്നുണ്ടാകാം. ആളുകളെ സഹായിക്കാനും അവർക്ക് കഴിയുന്നിടത്തോളം അവരെ സഹായിക്കാനും വേണ്ടി അവർ ഇത് ചെയ്യാം. പക്ഷേ അവർക്ക് പുറത്തുവരാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർ കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശരിയായ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ കുടുങ്ങിപ്പോയാൽ എന്ത് തെറ്റാണ് എന്നതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മനഃപൂർവ്വം മാറ്റുക. ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിലയുറപ്പിച്ചതായി തോന്നുന്നതുവരെ യോഗയിൽ നിങ്ങളുടെ കാലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ. ഇത് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമല്ലായിരിക്കാം. പക്ഷേ വളരെ ദൂരെയുള്ള ഒന്നിനേക്കാൾ ചെറിയ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ആ ചെറിയ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും ക്രമീകരിക്കാനും കഴിയും. ഞാൻ മറക്കുന്നതിനു മുമ്പ്, നിങ്ങൾ ഇന്ന് ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല പ്രോത്സാഹനം നൽകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. എനിക്ക് അവളെക്കുറിച്ചും പരാമർശിക്കാനുണ്ട്. ശരി, അവസാനം വരെ ഇവിടെ തന്നെ തുടരുക. ഞാൻ അവസാനിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഒരു നല്ല പ്രോത്സാഹനം നൽകാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുക. ശ്രദ്ധ പോകുന്നിടത്തേക്ക് ഊർജം ഒഴുകുന്ന ഒഴുക്ക്. അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയുക. നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും അവയിലേക്ക് നയിച്ചുകൊണ്ട് അവയെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുക. ഇത് നിങ്ങളുടെ വിജയത്തിന് ശരിക്കും പ്രതിഫലം നൽകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേടുന്നതിൽ എത്രത്തോളം താൽപ്പര്യമുണ്ടോ അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിൽ വിജയിക്കും. നിങ്ങൾ ഇത് എപ്പോഴും കേൾക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. സക്സസ് വിത്ത് ആഷ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനായി ഞങ്ങൾക്ക് ഒരു ചെറിയ അഡ്മിന്മാരുടെ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ എപ്പോഴും അവിടെ സംസാരിക്കാറുണ്ട്. അവർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അവരെ നന്നായി അറിയാം. അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും സ്വന്തം വിജയത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് വൈകി ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് ഉറപ്പു തരാൻ കഴിയും. ഞാൻ അത് കാണുന്നു. ഇത്തരത്തിലുള്ള ആളുകളുമായി ഇടപഴകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ എന്നെ ഉയർത്തുന്നു. എന്നെ കൂടുതൽ മെച്ചപ്പെടുത്താൻ അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും കൂടുതൽ മെച്ചപ്പെടാൻ കഴിയും. സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി ഇടപഴകുന്നത് അതുകൊണ്ടാണ് വളരെ പ്രധാനമായിരിക്കുന്നത്. ഈ ആളുകൾ അവരുടെ വിജയത്തിൽ ആകൃഷ്ടരാണ്. അവർ അവരുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റെല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഗ്രൂപ്പിനും ചുറ്റുമുള്ള ആളുകളെ സഹായിക്കുന്നതിനും ഇത്രയധികം സമയവും പരിശ്രമവും നൽകുന്നത്. അവർ അത് ചെയ്യുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട്. അവസാനമായി, ശ്രദ്ധാലുവായിരിക്കുക. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നത് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഊർജം സജീവമായി നയിക്കുക. കാര്യങ്ങൾ എഴുതി വെക്കുന്നത് തീർച്ചയായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നിങ്ങൾ വിജയിക്കും. ഊർജപ്രവാഹത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളിലേക്കുള്ള ശ്രദ്ധയെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ചെറിയ നുറുങ്ങുകളെല്ലാം ബിസിനസ്സിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഒരു കാര്യത്തിലേക്ക് തിരിച്ചുപോകുന്നു. ആരാണ് അതിനായി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? മറ്റെല്ലാവരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നയാളാണ് ഏറ്റവും കൂടുതൽ വിജയിക്കാൻ പോകുന്നത്. ഇത് ലളിതമാണ്. അവർക്ക് അത് കൂടുതൽ വേണം. അതാണ് മാറ്റമുണ്ടാക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ഊർജം ശരിയായ സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാത്തവരെക്കാൾ നിങ്ങൾ തീർച്ചയായും കൂടുതൽ വിജയിക്കും. എന്തായാലും ഞാൻ കുറച്ച് ആളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പോകുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ മേഗൻ മിച്ചലിന് ഒരു പ്രോത്സാഹനം നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ചാനലിൽ അവളുടെ ധാരാളം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവൾ നല്ലൊരു സ്ത്രീയാണ്. മേഗൻ സാധാരണയായി അവളുടെ കാറിൽ ഇരുന്ന് ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ ചെയ്യാറുണ്ട്.
ഞാൻ എപ്പോഴും അവളുടെ ചാനലിലേക്കുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. എന്റെ ചാനലിൽ 300, 400, 500 ആളുകൾ മേഘനെ കാണുന്നുണ്ട്. അവളുടെ ചാനലിൽ വെറും 173 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? നിങ്ങൾ അവളുടെ വീഡിയോകൾ കാണുമ്പോൾ ശരിയായ കാര്യം ചെയ്യുക. അവളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. നമുക്ക് അവളുടെ ചാനൽ വളർത്താം. അവൾ അതിന് അർഹയാണ്. അവൾ ഇപ്പോൾ വളരെ മികച്ച ഉള്ളടക്കം നൽകുന്നുണ്ട്. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടാകും. അവൾ എപ്പോഴും സന്തോഷം നൽകുന്നവളാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം അവളുടെ വരിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുക എന്നതാണ്. അത് എന്റെ ചാനലിൽ നിന്നാണെങ്കിലും നേരിട്ട് അവളുടെ ചാനലിൽ പോയിട്ടാണെങ്കിലും ദയവായി ക്ലിക്ക് ചെയ്ത് അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം. ഞാൻ കുറച്ച് ആളുകൾക്ക് അഭിവാദ്യം പറയാൻ പോകുകയാണ്. അതിനാൽ ചാറ്റ് ഏരിയയിൽ ഹായ് പറയുക. നിങ്ങൾ എന്റെ ടീ ക്ലബ്ബറിയിൽ ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അത് വളരെ വലുതാണ്. പ്രതി ഹെൻഡിയെയും സിന്ധിയ ഡിയറിംഗിനെയും കൊണ്ട് നമുക്ക് തുടങ്ങാം. മേഗൻ മിച്ചലും ഇവിടെയുണ്ടെന്ന് ഞാൻ കണ്ടു. ഹായ് മേഗൻ, സുഖമാണോ? സ്റ്റുവർട്ട് മോളിന്യൂ, നിങ്ങൾ ഒരു ടീ ക്ലബ്ബറാണ്. പങ്കെടുത്തതിന് വളരെ നന്ദി. നിങ്ങൾ കൂടെയുള്ളതിൽ സന്തോഷമുണ്ട്. ലെവി മിമോദോ, നിങ്ങളും അവിടെയുണ്ട്. ശ്രീത് ജന്ന, പിന്നെ ആരെല്ലാമുണ്ട്? ജാമ്മോ ഞങ്ങളുടെ കൂടെയുണ്ട്. ഫിൻലാൻഡിൽ നിന്നുള്ള ജാമ്മോ, സുഖമാണോ എന്റെ സുഹൃത്തെ? നമുക്ക് അങ്ങോട്ട് പോകാം. എന്റെ സുഹൃത്ത് ഡേവിഡ് ഷ്വിറ്റ്സർ അവിടെയുണ്ട്. ആഞ്ചല ലിൻ ഒരു ടീ പ്രേമിയാണ്. നിങ്ങൾക്ക് ഹായ്. ബെറ്റ് ജോഹാൻസൺ, നിങ്ങൾക്കും ഹായ്. പാറ്റിയുണ്ട്. ഐസക്കുമുണ്ട്. നിങ്ങൾക്ക് നമസ്കാരം. ഷെർഡർസ് ഇവിടെയുണ്ട്. ചാറ്റിലെ എന്റെ അഡ്മിൻ ഒരേയൊരു ടിൻമാൻ ജോൺ ബെറിയ. എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് ഹായ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും നന്ദി. പാപ്പ ഡോക്ക് ഇവിടെയുണ്ട്. സ്റ്റെഫാനി മോറിസ്, ഹലോ. പോൾ സെറ്റേറിയ, ഒരുപക്ഷേ. യൂസഫ് ആഡോ, നിങ്ങൾക്ക് ഹായ്. മേഗൻ മിച്ചൽ, ഒരിക്കൽ കൂടി ഹലോ. ഹലോ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള റോസ്, ഹലോ എന്റെ സഹോദരി. സുഖമാണോ? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. സ്റ്റെഫാനി മോറിസൺ, ഞാൻ നിങ്ങളോട് ഹലോ പറഞ്ഞിട്ടില്ലെങ്കിൽ. മധു, ഹായ് എന്റെ സുഹൃത്തെ, സുഖമാണോ? അബ്ദി, അതശാലാണെന്ന് തോന്നുന്നു. ജോണി ലിൻഡ ഇവിടെയുണ്ട്. അവൻ നമ്മുടെ താമസക്കാരനായ പാട്ടുകാരനാണ്. ഹായ് ജോണി. ഞാൻ എപ്പോഴും അവന്റെ കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. അവ എപ്പോഴും ബുധനാഴ്ചയാണ് പുറത്തിറങ്ങാറ്. വീണ്ടും ജോണി നമ്മൾക്കെല്ലാവർക്കും കേൾക്കാൻ വേണ്ടി നല്ല സംഗീതം ഉണ്ടാക്കാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. ശരിയായ കാര്യം ചെയ്യുക. അവന്റെ ചാനലിലേക്ക് പോകുക. ഞാൻ പങ്കുവെക്കുന്നത് വഴി നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഞാൻ എപ്പോഴും ഒരു ലിങ്ക് നൽകാറുണ്ട്. വിവരണത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നിങ്ങളെ അവന്റെ സൈറ്റിലേക്ക് കൊണ്ടുപോകും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് നേരിട്ട് ലഭിക്കും. ന്യൂസിലാൻഡിൽ നിന്നുള്ള ഡാൻ പ്രൈസ്, ഹായ് എന്റെ സുഹൃത്ത് ഡാൻ. സുഖമാണോ? ജെ പട്ടാലാണെന്ന് തോന്നുന്നു. ടണൽ ഡെനോർ. നമുക്ക് കുറച്ച് പേരുകൾ കൂടി പറയാം. അബ്ദുൽ സത്താർ, നിങ്ങൾക്ക് ഹായ്. അവസാനമായി അത് ജെയിംസ് ഹോപ്കിൻസിന് നൽകാം. ജെയിംസ് വീണ്ടും ഇവിടെയുണ്ട്. അവന്റെ ധാരാളം കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ പങ്കുവെക്കാറുണ്ട്. തീർച്ചയായും നിങ്ങൾ പോയി അവന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എന്റെ ഭാഗത്തു നിന്ന് ഇത്രമാത്രം. എല്ലാവരെയും തിങ്കളാഴ്ച കാണാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നല്ല വാരാന്ത്യം ആശംസിക്കുന്നു. വ്യക്തമായും പ്രസക്തമായ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ തീർച്ചയായും ജോലിക്ക് ശേഷം വന്ന് നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ നൽകാൻ ശ്രമിക്കും. അതൊഴിച്ചാൽ നിങ്ങൾ ആസ്വദിക്കുക. നമുക്ക് തിങ്കളാഴ്ച കാണാം. ഇപ്പോൾ വിട.